ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയായിട്ട് വന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടാണ് വരുന്നത്. കാരണം അടുത്ത ക്യാമ്പയിനിങ്ങിന് വരുന്ന ഫാമിലി ആയിട്ട് വരണം എന്നായിരുന്നു ഉള്ളൊരു പ്ലാൻ. അപ്പോൾ അതായിട്ട് അങ്ങനെ തന്നെ ഞാൻ വന്നായിരുന്നു. എനിക്ക് അച്ഛൻ ലാസ്റ്റ് ടൈം ഓൾറെഡി ഇലക്ഷന് നിന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റിയേക്കാൾ ഇത്തവണ അച്ഛൻ നിൽക്കുമ്പോൾ ഒരുപാട് തരത്തിലെ പോസിറ്റീവ് വീഡിയോസ് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വീഡിയോസ് ലാസ്റ്റ് ടൈം ഞാനൊക്കെ ക്യാമ്പയിനിങ്ങിന് പോയപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളായിരുന്നു കണ്ടുള്ളത്. അതിന് കുറച്ചുകൂടെ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. പക്ഷെ ഇത്തവണ നല്ല രീതിക്ക് ഞാൻ പോസിറ്റീവ് റിവ്യൂ ആണ് കാണുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും മുമ്പ് വേറെ പാർട്ടികൾക്ക് വേണ്ടി നിന്ന കുറെ ഫ്രണ്ട്സ് എനിക്കിങ്ങനെ ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ട് കാര്യങ്ങൾ. ഇത്തവണ നിന്റെ അച്ഛൻ ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട്, ലൈക്ക് അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ സംസാരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു കോളേജിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, അപ്പോൾ അതിന്റെയൊക്കെ സംസാരം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരിങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് ഇത്തവണ BJP-ക്ക് വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യത അച്ഛനെ കാരണം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കണ്ടിട്ട്. അച്ഛൻ സാധാരണ ഒരു അച്ഛനാണ്. കാരണം എന്നറിയോ, ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ദേഷ്യം വരും, വിഷമം വരും. നമ്മളെപ്പോഴും ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു. കാരണം പുറത്തിറങ്ങുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല, എനിക്ക് ടെൻഷൻ വരത്തില്ല, ഞാൻ ഇങ്ങനെ എല്ലാ തരത്തിലും നിങ്ങളെ പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയായിട്ട് അച്ഛൻ ജീവിച്ചിട്ടുണ്ട്. പറയടാ. അച്ഛൻ എപ്പോഴും ലൈക്ക് എന്താ പറയാ, ഇപ്പൊ എല്ലാവരോടും, നമ്മളോടായാലും നമ്മുടെ കൂട്ടുകാരോടായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ആരോടായാലും അച്ഛൻ ഒരിക്കലും ഒരു ആക്ടറായിരുന്നു. പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതിന് പോലും ഒരു ആക്ടറായിരുന്ന സമയത്ത് പോലും അച്ഛൻ ഒരു എന്താ പറയുക, ഒരു ആക്ടർ വന്നിരിക്കുന്നു, ഒരു വലിയ ആൾ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, അങ്ങനത്തെ ഒരു രീതി ആയിരുന്നില്ല. എന്റെ ഫ്രണ്ട്സിനോടായാലും എല്ലാവരും ഇങ്ങനെ വന്ന അച്ഛനോട് സംസാരിക്കാൻ പറയും ലൈക്ക്, അയ്യോ തന്റെ അച്ഛൻ നമ്മളെയൊക്കെ പോലെ സാധാരണ ഒരു അച്ഛനാണല്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെയാണ്. അച്ഛന്റെ ആ പൊസിഷൻ, ആ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു പാവം ആളെ പോലെ തന്നെയാണ്. നമ്മളെ എല്ലാരെയും കാൾ പുറത്തോട്ട് ആൾക്കാർ അല്ലല്ല, അങ്ങനെയല്ല, അല്ലാതെ നോക്കി അങ്ങനെ. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാരെ സഹായിക്കാനും അച്ഛനാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. പണ്ട് തൊട്ടേ, ഈ ഇലക്ഷനിൽ വന്നപ്പോ അല്ലാതെ തന്നെ നോർമൽ ലൈഫിലും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സഹായിക്കണം നമ്മളിങ്ങനെ പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ തേടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ദാറ്റ് നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ആ ആൾക്ക് തോന്നിയല്ലോ. അപ്പൊ നമ്മൾ സാധാരണ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്, ദൈവത്തിന്റെ അടുത്താ പോയി പ്രാർത്ഥിക്കുന്നു നമ്മളെ സഹായിക്കണേ എന്നുള്ള പോലെ. അപ്പൊ നമ്മുടെ അടുത്ത് ഒരാളെന്ന് ചോദിച്ചാൽ വി ആർ ലക്കി ഇനഫ് ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ. അപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കി ഹെൽപ്പ് ചെയ്യുക എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. നടനായ അച്ഛനെയാണ് എനിക്ക് ആദ്യം ഇഷ്ടം. ബിക്കോസ് അതാണല്ലോ നമ്മൾ ആദ്യം കാണുന്നത്. അതിനുശേഷമല്ലേ പൊളിറ്റിക്സിലോട്ട് വന്നത്. അപ്പോൾ പൊളിറ്റിക്സിനോടുള്ള റെസ്പെക്ട് കാരണം അതെനിക്ക് ഇഷ്ടമാണ്. അച്ഛൻ ചെയ്യുന്ന വർക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അഫ്കോഴ്സ് നടനായ അച്ഛനെയാണ് ആദ്യം ഇഷ്ടം.